ഗവർണർക്കെതിരെ എസ്എഫ്ഐയുടെ വ്യാപക പ്രതിഷേധം. കേരള സർവകലാശാലയിലേക്ക് തള്ളിക്കയറി പ്രവർത്തകർ. സംഘർഷവും കയ്യാങ്കളിയും. പ്രതിഷേധം 2 മണിക്കൂറോളം നീണ്ടു. ഇന്നത്തെ പ്രതിഷേധം അവസാനിപ്പിച്ച് എസ്എഫ്ഐ. ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരുമെന്നും എസ്എഫ്ഐ. കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിലും പ്രതിഷേധം. എസ്എഫ്ഐ സമരത്തെ പിന്തുണച്ച് സിപിഐഎം. കേരള സർവകലാശാലയിലെത്തിയ എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രവർത്തകരുമായി സംസാരിച്ചു. RSS തിട്ടൂരം അനുവദിക്കില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ. കേരള സർവകലാശാലയിലെ പോര് ശക്തമാകുന്നു. രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ നടപടിക്കൊരുങ്ങി ഗവർണർ. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനും സാധ്യത. നീക്കം VCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. വയനാട് മേപ്പാടിയിൽ വന്യജീവി ശല്യത്തിൽ പ്രതിഷേധം. റോഡ് ഉപരോധിച്ച് നാട്ടുകാർ. പോലീസ് സ്റ്റേഷന് മുന്നിലും സമരം. പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പു നൽകി DFO. വന്യജീവികളെ പേടിച്ച് ജീവിക്കേണ്ട സ്ഥിതിയെന്ന് നാട്ടുകാർ കേരള വിഷൻ ന്യൂസിനോട്. പത്തനംതിട്ട കോന്നി പാറമട അപകടത്തിൽ കാണാതായ തൊഴിലാളിക്കായുള്ള തെരച്ചിൽ ദുഷ്കരം. രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തി. പാറയിടിയുന്നത് വെല്ലുവിളി. വലിയ ക്രെയിൻ എത്തിച്ച ശേഷം ദൌത്യം പുനരാരംഭിക്കുമെന്ന് കളക്ടർ. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം പൂർണ്ണം. പ്രതിഷേധം വിദ്യാർത്ഥികളുടെ അവകാശമായ കൺസെഷൻ നിരക്ക് കൂട്ടണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച കൂടുതൽ സർവീസുമായി KSRTC. കേന്ദ്ര നയങ്ങളിൽ പ്രതിഷേധിച്ച് അർദ്ധരാത്രി മുതൽ തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക്. നാളത്തെ ദേശീയ പണിമുടക്കിൽ KSRTC ജീവനക്കാർ ഭാഗമാകില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. 1-ാം തീയതി ശമ്പളം കിട്ടുന്നതുകൊണ്ട് പണിമുടക്കിന്റെ ആവശ്യമില്ലെന്നും മന്ത്രി. മന്ത്രിക്ക് കാര്യം അറിയില്ലെന്ന് LDF കൺവീനർ. നാളെ KSRTC സ്തംഭിക്കും. ജീവനക്കാർ പണിമുടക്കരുതെന്ന് പറയാൻ മന്ത്രിക്ക് അധികാരമില്ല. സ്വകാര്യ വാഹനങ്ങൾ നാളെ പുറത്തിറക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും TP രാമകൃഷ്ണൻ. തൃശൂർ പുതുക്കാട്ടെ നവജാത ശിശുക്കളുടെ കൊലപാതകം. പോലീസ് കണ്ടെടുത്ത അസ്ഥികൾ കുഞ്ഞുങ്ങളുടേത് തന്നെയെന്ന സ്ഥിരീകരണം. അസ്ഥികളുടെ അശാസ്ത്രീയ പരിശോധന നടത്തി. ശാസ്ത്രീയ പരിശോധനയ്ക്കും വിധേയരാക്കി. പ്രതികളായ അനീഷയും ഭവിനും കസ്റ്റഡിയിൽ തുടരുന്നു. കോഴിക്കോട് ബേപ്പൂർ ലോഡ്ജിലെ കൊലപാതകത്തിൽ പോലീസുകാർക്കെതിരെ നടപടി. ഗ്രേഡ് SI, CPO എന്നിവരെ സസ്പെൻഡ് ചെയ്തു. നടപടി കൊലപാതകമുണ്ടായെന്ന് അറിയിച്ചിട്ടും സ്ഥലത്ത് എത്താതിരുന്നതിനെ തുടർന്ന്. കൊടകര കുഴൽപ്പണക്കേസിൽ PMLA കോടതിയെ സമീപിക്കാനൊരുങ്ങി BJP മുൻ നേതാവ് തിരൂർ സതീഷ്. ഉടൻ ഹർജി സമർപ്പിക്കും. പരാതിയിൽ കഴമ്പുണ്ടെന്നും വെളിപ്പെടുത്തൽ. അന്വേഷിക്കണമെന്നും തിരൂർ സതീഷ്.